What's happening, people? This is Kochi Machan and welcome back to another vlog. So this is the all new 2025 Dominar 400. അപ്പോൾ ഇതിൽ കുറച്ച് മാറ്റങ്ങളാണ് ഈ പ്രാവശ്യം അവർ ഇറക്കിയേക്കണേ. പ്രൈസ് ഒരു 4000 രൂപയുടെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് എക്സ് ഷോറൂം വരുമ്പോൾ 2,80,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ഡോമിനാർ അല്ലേ. അപ്പോൾ ഫ്രണ്ട് ലുക്ക് വൈസ് ഒരു മാറ്റമൊന്നുമില്ല കേട്ടോ. അതൊക്കെ സെയിം തന്നെ. ആ ഒരു ഡോമിനാറിന്റെ ലുക്ക് അപ്സ് ആൻഡ് ഡൗൺ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു ക്രാഷ് ഗാർഡ് ഇവിടെ കാണാം. അത് വിത്ത് നമ്മുടെ റേഡിയേറ്റർ പ്രൊട്ടക്ടറോടെയാണ് വന്നേക്കുന്നത്. അതൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആ ഒരു ഹാൻഡ് ഗാർഡ്സ് ആണ്, ആ ഒരു വൈസർ ഉണ്ട്, ആ ഒരു മിറേഴ്സ്, ആ ടൂറിംഗ് സെറ്റപ്പ് എല്ലാം അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. മെയിൻ മാറ്റം വന്നേക്കുന്നത് നമ്മുടെ ക്ലസ്റ്റർ ആണ്. ആ ഒരു നമ്മുടെ NS400 അല്ലെ, ആ 400ന്റെ അതേ ഒരു ക്ലസ്റ്റർ നമുക്കിവിടെ കാണാൻ പറ്റും. വിത്ത് റൈഡ് മോഡ്സ്, ട്രാക്ഷൻ കൺട്രോൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡോമിനാർ കൊണ്ടുവന്നുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സെക്കൻഡറി ഡിസ്പ്ലേ അത് അവർ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു USB ചാർജിങ് ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിൽ വന്നേക്കണ ആ ഒരു സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ ആ ഒരു NS400 എന്താണ് വന്നത് അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണ ആ ഒരു സ്വിച്ച് ഗിയേഴ്സ് കേട്ടോ. സെയിം സ്വിച്ച് ഗിയേഴ്സ് നമുക്ക് കാണാം. വിത്ത് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ റൈഡ് ബൈ വയർ ആണ്. ഇപ്പോൾ നമുക്ക് റൈഡ് ബൈ വയർ ആക്കിയിട്ടുണ്ട്. അതായത് ത്രോട്ടിൽ കേബിൾ എടുത്ത് മാറ്റിയിട്ട് റൈഡ് ബൈ വയർ ടെക്നോളജിയാണ് ഇപ്പോൾ ഈ ഒരു ഡോമിനാറിൽ കൊണ്ടുവന്നേക്കണേ. അതാണ് ഈ സൈഡിൽ കാണാൻ പറ്റിയ മെയിൻ ഒരു വ്യത്യാസം. ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്, നല്ല രസമുള്ള ഡിസ്പ്ലേ ആണ്. ഇത് നമുക്ക് ജസ്റ്റ് ഇതിന് നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ വെഹിക്കിൾ ഇൻഫോയിൽ പോയാൽ റൈഡ് മോഡ്സ് ഉണ്ട്, റോഡ്, സ്പോർട്ട്, റെയിൻ, ഓഫ് റോഡ്, ഇത്രയും മോഡ്സാണ്. ഓഫ് റോഡിൽ ഇട്ടാലാണ് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വന്നത്. പിന്നെ ഒരു വാർണിംഗ്സ് ഒക്കെ കാണിക്കും. ഇപ്പോൾ റീഫ്യൂവലിൻ്റെ വാർണിംഗ്സ് കിടക്കുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. പിന്നെ കണക്ടിവിറ്റി പോയാലാണ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും മ്യൂസിക് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ കണ്ടോ ഇവിടെ മോഡ്സ് ഇവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. കിലോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സൈഡ് സ്റ്റാൻഡ്, ടൈം, ഇവിടെ വാർണിംഗ് സിമ്പിൾസും കാര്യങ്ങളും. ട്രാക്ഷൻ ഇപ്പോൾ ഓഫ് ആയതും ട്രാക്ഷൻ സിമ്പിൾസ്, എഞ്ചിൻ ലാമ്പും ABS ലാമ്പ്സ് എല്ലാം ഇവിടെ കത്തി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. പണ്ട് നമുക്ക് ഈ ചാർജർ വന്നത് ഈ സെൻറ്ററിലായിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ചാർജർ ആക്കിയിട്ടുണ്ട്. ടാങ്ക് കപ്പാസിറ്റി, സീറ്റ് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. എക്സോസ്റ്റ് കമ്പനിയും സെയിം തന്നെയാണ്. ബാക്കി ഒരു വ്യത്യാസം നമുക്ക് ആ വണ്ടിയുടെ സൈഡിൽ നിന്നില്ല. ആ ഒരു റിയർ ലഗേജ് റാക്കൊക്കെ അതേപോലെ വെച്ചിട്ടുണ്ട്. ആ ഒരു പില്ലിയൻ്റെ ബാക്ക് റെസ്റ്റ് നമുക്കിവിടെ കാണാം. അതിനും വ്യത്യാസമൊന്നുമില്ല. ബാക്കി 6 സ്പീഡ് ഗിയർ ബോക്സ്, സ്ലിപ്പർ ക്ലച്ചിങ് കാര്യങ്ങൾ, 6 സ്പീഡ് ഗിയർ ബോക്സ് നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ വൈസ് സെയിം തന്നെ. കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരാൻ പോണ വണ്ടി അതിൻ്റെ സീറ്റ് ഹൈറ്റ് ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുഡ് ആട്ടോ. അതിൻ്റെ ഹൈറ്റ് 5'6". എനിക്ക് ഈസി ആയിട്ടിരിക്കാം. എഞ്ചിൻ സൈഡോ ടാങ്ക് കപ്പാസിറ്റിയോ കാര്യങ്ങളോ ഒരു മാറ്റമില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും പുതിയ 2025 ഡോമിനാർ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നത് 2,80,000 അപ്പോൾ ഓൺ റോഡ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു 2,80,000-2,83 ആ റേഞ്ചിൽ വരും. പഴയതിനെക്കാട്ടും 3,000 മുതൽ 4,000 രൂപയാണ് കൂടിയേക്കണത് ഈ ഒരു ഡോമിനാറിന്. അപ്പോൾ നിങ്ങളൊരു ഡോമിനാർ യൂസർ ആണെങ്കിൽ എന്ത് തോന്നുന്നു ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പുതിയ ഡോമിനാർ എടുത്ത ഒരാളാണെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഡോമിനാർ എടുക്കാൻ പ്ലാനുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുക. ഇനി നമുക്ക് ഇവിടെ ഡോമിനാർ 250 കൂടെ ഉണ്ട്. അതിൻ്റെയും കൂടെ ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇതാണ് ഡോമിനാർ 250. ഇതാണ് ഏറ്റവും പുതിയ 2025 വേർഷൻ ഡോമിനാർ 250. ഇതിനും ലുക്ക് വൈസ് മാറ്റൊന്നുമില്ല. അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ, ഫ്രണ്ടിൽ 300 mm ഡിസ്ക് കാണാൻ പറ്റും. 248cc എഞ്ചിൻ, ആ ഒരു KTM 250 ഡെറൈവ് ചെയ്ത ഒരു എഞ്ചിനാണ്. 27 PS ആൻഡ് 23.5 Nm ഓഫ് ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ബാക്കിലേക്ക് നോക്കുമ്പോൾ എക്സോസ്റ്റ് ഒക്കെ ആ ഒരു ഡുവൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. ചെറിയ ടയേഴ്സാണ്. 400 വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ടയേഴ്സ്. പിന്നെ ഡുവൽ ചാനൽ ABS കൊടുത്തിട്ടുണ്ട്. ഇതാണ് റിയർ സെഷൻ നോക്കുമ്പോൾ ഇതാണ് 6 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി മെയിൻ വ്യത്യാസം വന്നിരിക്കുന്നത് ഈ ഒരു ക്ലസ്റ്ററാണ്. നമ്മൾ NS200 കണ്ടുവന്നിരിക്കുന്ന ആ ടൈപ്പ് ഓഫ് ക്ലസ്റ്ററാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ഡിഫറെൻറ്റ് 3 ABS മോഡ്സ് ഉണ്ട്. റോഡ്, റെയിൻ, ഓഫ് റോഡ് ABS മോഡ്സ് ആണ്. നമുക്ക് ത്രോട്ടിൽ നോർമൽ കേബിൾ ആണ്, റൈഡ് ബൈ വയർ ഒന്നുമില്ല ത്രോട്ടിൽ. അതുകൊണ്ട് ഈ ഒരു സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നോക്കാൻ പോയാൽ നമ്മുടെ N160യും N160യും NS200 കണ്ടുവന്നിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്വിച്ച് ഗിയേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ഒരു USB പോർട്ടും ചാർജിങ് പോർട്ടും ഈ ഒരു ഡോമിനാർ 250 അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് വന്നേക്കുന്ന മെയിൻ വ്യത്യാസം. ഞാൻ ജസ്റ്റ് ഈ മോഡ്സ് മാറ്റി കാണിച്ചു തരാം. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് കണ്ടോ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. കീപ് പ്രസ്ഡ് ട്രാക്ഷൻ കണ്ടോ ട്രാക്ഷൻ ഓഫായി. എന്നിട്ട് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് റോഡ്, റെയിന്, ഓഫ് റോഡ് കണ്ടോ ഇങ്ങനത്തെ 3 മോഡ്സ് നമുക്ക് ആക്കാൻ പറ്റും ഈ ഒരു ബട്ടൺ വെച്ചിട്ട്. അതാണ് വ്യത്യാസം. ആ മിറേഴ്സൊക്കെ ഡോമിനാർ 400 അതേ മിറേഴ്സാണ്. അഡ്ജസ്റ്റബിൾ ലിവേഴ്സോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ കീ ഓൺ ഓഫിൻ്റെ ബട്ടൺ. സീറ്റൊക്കെ സ്പ്ലിറ്റ് സീറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. റിയറിൽ നമുക്ക് 220-230 mm ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളും കാണാം. ആ ഒരു ബോക്സ് ടൈപ്പ് സ്വിംഗ് ആമാണ് നമുക്ക് ഇതിന് കാണാൻ പറ്റുക. റിയറിൽ മോണോഷോക്ക് സസ്പെൻഷനും അവർ
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ഡോമിനാർ 250 ഡോമിനാർ 400. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ബജാജിൻ്റെ എളംകുളത്തുള്ള ഷോറൂമിൽ നിന്ന് വണ്ടികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. വണ്ടി നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും അവൈലബിൾ ആവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വന്നാൽ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതിൻ്റെ വണ്ടിമേ കയറി ഇരുന്നും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടിമേ കയറി ഇരിക്കുമ്പോൾ നമ്മുടെ സീറ്റ് ഹൈറ്റ് അല്ലേ, എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് വേണേൽ പറയാം. എനിക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്ര വെയിറ്റ് എനിക്ക് തോന്നുന്നില്ല 400 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ടാങ്ക് കപ്പാസിറ്റി 30 liters ആണ്. ആ ഒരു ബൾക്കി ഫീൽ നമുക്ക് ആ ഒരു 250 നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. സെയിം ആ ഒരു ബേസ് ഉള്ള എക്സോസ്റ്റ് നോട്ടാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നത് എക്സ് ഷോറൂം 1,92,000 rupees ആണ്. എക്സ് ഷോറൂം പഴയതിനെക്കാട്ടും 5,000 രൂപയാണ് 250 കൂട്ടിയേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ടൂറിംഗ് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു 250 ചെക്കൗട്ട് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസൊക്കെ ഉടനെ വരുന്നതായിരിക്കും. നമുക്ക് ടെസ്റ്റ് ഡ്രൈവിൽ അവൈലബിൾ ആകുമ്പോൾ തന്നെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. സോ അതാണ്. അപ്പോൾ വണ്ടി എല്ലാം ഉള്ളത് നമ്മുടെ ബജാജ് എളംകുളത്തുള്ള ഷോറൂമിലാണ്. അവിടെ വന്നാൽ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഷോറൂം. അവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാ വണ്ടികളും ചെക്കൗട്ട് ചെയ്യാം. എല്ലാ വണ്ടികളും നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ഡോണ്ട് ഫെയർ ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.